ഇന്നലെ ഇ.പി. ജയരാജന് LDF കൺവീനർ സ്ഥാനം നഷ്ടമായതിന് പിന്നാലെ ടി.പി. രാമകൃഷ്ണൻ LDF കൺവീനറായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മിഷൻ വിശദീകരിക്കുകയാണ്. LDFന്റെ ഭാഗമായി INL-നകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നാണ് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് LDF സജ്ജമാണെന്നും ടി.പി. രാമകൃഷ്ണൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇ.പി. ജയരാജൻ CPMന്റെ ഭാഗമായി സജീവമായി തന്നെ ഉണ്ടാകുമെന്നും ടി.പി. രാമകൃഷ്ണൻ വിശദീകരിച്ചു. ഇ.പി. ജയരാജന് പകരം LDFന്റെ പുതിയ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ടി.പി. രാമകൃഷ്ണൻ മുൻ മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. സഖാവ് ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. ഇതുവരെ പാർട്ടി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘടനാ ചുമതല വഹിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മുന്നണിയുടെ കൺവീനർ ആവുകയാണ്. എങ്ങനെയായിരിക്കും തുടർന്നുള്ള പ്രവർത്തനം? എൻ്റെ പാർട്ടി ജീവിതത്തിൽ ദീർഘകാലത്തെ അനുഭവമാണ് എനിക്കുള്ളത്. ഞാൻ 1968 പാർട്ടി അംഗമായത്. അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ യാത്ര നേർവഴിക്ക് തന്നെയാണ് ഇത്രയും വർഷം, അരനൂറ്റാണ്ടിലധികം കാലം മുമ്പോട്ട് പോയത്. ഇതിനിടയിൽ ഞാൻ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഇങ്ങനെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ ചുമതലകളെല്ലാം പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. CPMന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവർക്കും ഇതേ അനുഭവം തന്നെയാണുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ചുമതല കൃത്യമായി നിറവേറ്റി മുമ്പോട്ട് പോകുന്നതിന് ഈ പാർട്ടി ജീവിതത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് കൂടുതൽ കരുത്ത് നൽകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ ചുമതല ഏറ്റെടുക്കുമ്പം മുന്നണി കൺവീനറാണ്. സ്വാഭാവികമായിട്ടും മുന്നണിയെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോവുക, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക. ഇതിനിടയ്ക്ക് ഇപ്പോൾ INL മുന്നണിയുടെ ഭാഗമാണ്. പക്ഷേ INL-നകത്ത് പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ കൺവീനർ എന്ന നിലയ്ക്ക് നടത്തും. അല്ല, അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ കൈകാര്യം അവരുടെ പാർട്ടി തന്നെയാണ്. അത് പുറത്തുള്ള ഒരാളെ ചുമതലയല്ല. അപ്പോൾ INL-നകത്ത് രൂപപ്പെട്ട് വരുന്ന വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ഇടപെടുക എന്നുള്ളതല്ല. കൂടിയാലോചനകളിലൂടെ, സൗഹൃദ സംഭാഷണത്തിലൂടെ യോജിപ്പിൻ്റെ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുമോ, ആ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആ പാർട്ടിയെ മുന്നണിയുടെ ഭാഗമാക്കി തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിക്കുക. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മറ്റ് UDF ആയാലും ലീഗ് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. LDF അതിലേക്ക് വേഗം കടക്കുമോ? എങ്ങനെയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി? LDF-നകത്തും അതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിവിധ പാർട്ടികൾ അവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തി വരികയാണ്. മുന്നണി അടിസ്ഥാനത്തിലുള്ള ഒരു ഏകീകരിച്ച നില അതിൻ്റെ ഒരു ഘട്ടം വരുന്ന സമയത്തേ ആവശ്യമുള്ളൂ. അല്ലാതെ ഓരോ പാർട്ടിയും അതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്നുണ്ട്. ഇപ്പം മുമ്പില്ലാത്ത വിധം EPയെ മാറ്റിയാണ് അങ്ങ് വരുന്നത്. അപ്പോൾ ഒരു വിവാദത്തിൻ്റെ തുടർച്ചയായാണ് EP മാറുന്നത്. പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി, വലിയ വിവാദമായി. അതിന് ശേഷമാണ് അദ്ദേഹം മാറുന്നത് അല്ലെങ്കിൽ മാറ്റിയത്. അതെന്തായിരിക്കും, എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക വരുന്ന ആളുകൾ? EP പാർട്ടിയുടെ ഭാഗമായി തന്നെ അല്ല, EP പാർട്ടിയുടെ ഭാഗമായിട്ട് തുടരാണ്. ജാവേദ്കറുമായിട്ടുള്ള കൂടിയാലോചനയുടെ പ്രശ്നം ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ജാവേദ്കർ അടുത്ത് പോയി ഇദ്ദേഹം ചർച്ച നടത്താൻ തയ്യാറായതല്ല. ജാവേദ്കർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയ ചർച്ചയും അദ്ദേഹമായിട്ട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് ആ പ്രശ്നം ഉദിക്കുന്നില്ല. അതിൻ്റെ പേരിലാണ് ഈ മാറ്റം എന്നുള്ളത്. ആ നിലക്കല്ല ഇതിനെ കാണേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ ഘട്ടത്തിലും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടുന്ന രാഷ്ട്രീയ നിലപാട് കൂടി നോക്കി മുന്നണിക്ക് സഹായകരമാകുന്ന നിലയിലുള്ള തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതാണ് പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ പറയുന്നില്ല. എൻ്റെ വർക്ക് ഇനിയുള്ള കാലഘട്ടങ്ങൾ പരിശോധിച്ചിട്ടാണ് പാർട്ടിക്ക് തീരുമാനിക്കാൻ സാധിക്കുക. അപ്പം അതുകൊണ്ട് ഇ.പി. ജയരാജന് ഒഴിവായത് ഇത് മുന്നണിയുടെ നേതൃത്വത്തിൽ നിന്ന് പലരും ഒഴിവാകുകയും പുതുതായി വരികയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലത്ത് അതുണ്ടായിട്ടുണ്ട്. അത് ആ നിലയ്ക്ക് മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. കൂടുതൽ അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് ശരിയല്ല. ഇ.പി. ജയരാജൻ ഇന്നലെയും പാർട്ടി കമ്മിറ്റി പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായി ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. എന്തായാലും മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുക എന്നാണ് LDF കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട ടി.പി. രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്.